മോർണിംഗ് 6:30 കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവാണ് ഞാൻ. ഈ യാത്ര എൻ്റെ പ്ലാനൊന്നും അല്ലായിരുന്നു. എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാവലാണിത്. അതുകൊണ്ട് ഞാൻ യാത്ര ഒറ്റയ്ക്കല്ല സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കൂടെ 2 കൊളീഗ്സും ഉണ്ട്. എന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് യാത്രകൾ ചെയ്യുന്ന സമയത്താണ്. കാരണം എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വേർഷൻ കാണണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ട്രാവലിൽ എന്നെ മീറ്റ് ചെയ്യുക. ഈ ട്രാവൽ എന്ന് പറയുമ്പോൾ അത് വർക്ക് റിലേറ്റഡ് ആയാലോ അല്ലെങ്കിൽ ഞാനായിട്ട് പേഴ്സണലി പ്ലാൻ ചെയ്ത് പോകുന്നൊരു യാത്രയായാലും എൻ്റെ ഹോം ടൗൺ വിട്ടിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കംഫർട്ട് ലൊക്കേഷൻസ് കഴിഞ്ഞപ്പുറത്തുള്ള ഏത് സ്ഥലത്തേക്കുള്ള യാത്രയായാലും അതിപ്പോൾ അടുത്തുള്ള സ്ഥലമായാലും ദൂരെയുള്ള സ്ഥലമായാലും ഐ എം സോ ഹാപ്പി. അങ്ങനെ യാത്ര തുടങ്ങി ഫസ്റ്റ് സൺകിസ്റ്റ് മൊമെൻറ്റിലെടുത്ത സെൽഫിയാണിത്. എനിക്ക് ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടം എയ്തർ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് അതല്ലെങ്കിൽ ഈവനിങ് ഫ്ലൈറ്റ്. എന്താണെന്നറിയോ, ഈ 2 സമയത്താണ് സ്കൈ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കളർ പാറ്റേൺസ് കാണിക്കുന്നത്. രാവിലത്തെ സൺറൈസ്, ഈവനിങ് സൺസെറ്റ്. കൂടുതലും എനിക്ക് സൺസെറ്റ് കളേഴ്സിനോടാണ് താല്പര്യം, പക്ഷേ രണ്ടും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ മിക്കപ്പോഴും ഉറങ്ങാറില്ല. വിൻഡോ സീറ്റാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയത്. ഇതാണെന്ന് ഫ്ലൈറ്റിൽ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് എടുത്തത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഡൽഹിയിലെത്തി. ഇതെൻ്റെ ഫസ്റ്റ് ഡൽഹി ട്രിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി വരുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റിലായാലും കാറിലായാലും ഒരു പോലെ ഞാൻ കണ്ണടക്കി ഒന്ന് റെസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തില്ല. എനിക്കിങ്ങനെ ഇതുവരെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് ഫുൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കാണാത്ത കാഴ്ചകളോട് വല്ലാത്ത ഭ്രമമുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഫുൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ആക്ച്വലി ഞങ്ങളുടെ കമ്പനിയുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേഷൻ വർക്കാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാൻ കൊളീഗ്സും ഞങ്ങളുടെ ഡയറക്ടേഴ്സൊക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയത്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ സ്ട്രെയിറ്റ് ആ ഇവൻറ്റ് നടക്കുന്ന ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമൽ വെയേഴ്സ് ഇട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോകാനായിട്ട്. എയർപോർട്ടിൽ നിന്ന് ടാക്സിയിൽ പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചു. അങ്ങനെയാണ് ദാ ഈ മൂപ്പരെ ഒരു സിഗ്നലിൽ വെച്ചിട്ട് കാണുന്നത്. ആൾ വിൽക്കുന്ന ഐറ്റം എന്താണെന്നറിയോ? നാരിയൽ, നമ്മുടെ സ്വന്തം തേങ്ങ. ഒരു തേങ്ങ തന്നെ 4-5 പീസസായിട്ട് മുറിച്ചിട്ടൊക്കെയാണ് ആൾ വിൽക്കുന്നത്. അത് ഒരു പീസിനെന്തോ 10-20 രൂപയോ ഉണ്ട്. ഇതൊക്കെ ആരെങ്കിലും വാങ്ങി കഴിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. എന്തായാലും പുള്ളിയുടെ ബിസിനസ് മൈൻഡ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അങ്ങനെ ലൊക്കേഷൻ എത്തി. ഭാരത് മണ്ഡപം. ഇവിടെയാണ് ഞങ്ങളുടെ എക്സിബിഷൻ നടക്കുന്നത്. ആ കാണുന്ന FSD എക്സ്പോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇതാണ് എക്സിബിഷൻ ഏരിയയിൽ ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റോള്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫുട്ടേജസ് ഞാനധികം കാണിക്കുന്നില്ല. ഇതായിരുന്നു അന്നത്തെ എൻ്റെ ഡ്രസ്സ്. ഈ ഡൽഹി ട്രാവൽ പ്ലാൻ ചെയ്തേക്കുന്നത് ആദ്യത്തെ 2 ദിവസം വർക്കുണ്ട്. പിന്നെ റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാൻ 2 ഡേയ്സ് ലീവ് എടുത്തു. ആ 2 ദിവസത്തെ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ കൊണോട്ട് പ്ലേസിലാണ്. അതുകൊണ്ട് ആ ഏരിയയിലാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. വാൻഹ്യൂസിൻ്റെ ഒരു ഷോപ്പിൽ ഞങ്ങൾ പർച്ചേസിന് കയറിയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണിത്. ഇത് കണ്ടാൽ പറയോ ജെൻ സെക്ഷനിൽ നിന്ന് എടുത്ത ഷർട്ടാണ്. കൂടെ വന്ന എല്ലാവരും കുറേ ഷർട്ട്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ഓഫർ കിട്ടി. അതായത് ഒരു ഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ കൂടെയുള്ള എല്ലാവരും സജസ്റ്റ് ചെയ്തു. കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഗേളായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലേഡീസ് സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ സമ്മതിക്കാൻ പറഞ്ഞു. അവരാണ് ജന്മം ചെയ്ത് സമ്മതിക്കുന്നില്ല. അവരുണ്ട് ജെൻ സെക്ഷനിൽ നിന്ന് തന്നെ എടുക്കണമെന്ന്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ജെൻ സെക്ഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു വൈറ്റ് ഷർട്ട് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ട് ഞാനതങ്ങ് എടുത്തു. എൻ്റെ അടുത്ത് ആ കളി. അങ്ങനെ സക്സസ്ഫുള്ളി ആ കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഇവിടെ സ്ട്രീറ്റിലേക്കൂടെ നടക്കുമ്പോഴായാലും ഏത് റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴായാലും ഇതേപോലെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ലൈവ് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ല രസമാണത്.
Oh my god. This is Buddha. ഈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ട് കുറച്ച് വട്ടുണ്ടെന്ന് തോന്നിയാലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഞങ്ങളെ വീട്ടിൽ ഞാനും ചേച്ചിയും ഗേൾസ് മാത്രമായതുകൊണ്ട് കോമൺ ബാത്റൂം എന്നുള്ള കൺസെപ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കിട്ടുമ്പോൾ ഇതിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാൻ പറ്റുമോ എനിക്ക്? ബാൽക്കണി കാണിച്ചു തരാം. കാണാൻ ഇച്ചിരി പാടാണ്. തന്നെയാണല്ലോ കാണുന്നത്. ഡൽഹിയിലെ പാക് ഹോട്ടലിലാട്ടോ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്യുന്നത്. കാര്യം 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ സ്റ്റേ ചെയ്ത അത് ആദ്യത്തെ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ദേ ഇരിക്കുന്ന ഐറ്റമാണ്. റൂമിൽ സകല ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ബുദ്ധനിരിക്കുന്ന ഏരിയയിൽ ചെറിയൊരു ലൈറ്റുണ്ട്. ഉറങ്ങി ഒന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും കണ്ണുറക്കുമ്പോൾ ഇതാ കാണുന്നത് ഒരു തലയാണ്. ഞാനെങ്ങനെ ഉറങ്ങും? ഉഫ്. അങ്ങനെ പിറ്റേ ദിവസം സെക്കൻഡ് ഡേ അറ്റ് ഡൽഹി എക്സിബിഷന് പോകാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുക. ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. റെഡി ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ. ആ സമയത്ത് ഞാൻ കുറേ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. എന്ത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും 10,000 സെൽഫി എടുക്കുക എന്നുള്ളതൊരു ശീലമായിപ്പോയി. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കയറി വന്നപ്പോൾ കണ്ട എസ്തറ്റിക് റൂമൊക്കെ മാറിയില്ലേ? രാവിലെ റെഡിയാവുന്നതിൻ്റെ ബഹളത്തിൽ സംഭവിച്ചതാണ്. ഇനി ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ഇറങ്ങാൻ. കാരണം എനിക്ക് ചെറിയ രീതിയിലൊരു OCD ഉണ്ട്. ഹോട്ടലിലൊക്കെ വരുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് എനിക്ക് ഇറങ്ങാൻ തോന്നുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എക്സിബിഷൻ സെൻറ്ററിൽ വന്നു. ഇന്നും കൂടെ ഉള്ളൂ ആക്ച്വലി ഞങ്ങളുടെ ഇവിടുത്തെ എക്സിബിഷൻ. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തിരിച്ചു പോകും. പക്ഷേ ഇവിടെ മീറ്റിംഗ്സ് ഒക്കെ എന്തെങ്കിലും ഉള്ള ആൾക്കാർ കുറച്ച് പേര് സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും. നേരത്തെ പറഞ്ഞല്ലോ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ 2 ഡേയ്സ് ഇവിടെ ലീവ് എടുത്തു എന്ന്. ആ ശുഭദിനം നാളെയും മറ്റന്നാളുമാണ്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ 2 ദിവസം ഞാൻ ഡൽഹി എക്സ്പ്ലോർ ചെയ്യും. ഇതായിരുന്നു അന്നത്തെ എൻ്റെ ലഞ്ച്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. വൈകുന്നേരമായി മൊത്തം റാപ്പപ്പ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും സ്റ്റോൾ ഇട്ടതിനുമായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ മൊമെൻറ്റോ കിട്ടി. അങ്ങനെ അന്നത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഇരിക്കുവാണ് വൈകുന്നേരമായപ്പോൾ. ഇവിടെ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇരിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. പ്ലസ് ഞാനാണെങ്കിൽ അന്ന് ഹീൽസാണ് ഇട്ടത്. അതുകൊണ്ട് കാല് നല്ല സീൻ കിട്ടിയിരിക്കുമായിരുന്നു. ബട്ട് കാലുവേദന ക്യാൻ വെയിറ്റ്. ഡൽഹി കാണണ്ടേ നമുക്ക്. അങ്ങനെ ഓടി റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് എഗെയിൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ പാക് ഹോട്ടലിലെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അവിടുത്തെ എലിവേറ്റേഴ്സ്. അവിടുത്തെ ലിഫ്റ്റ് ഒരു ബ്ലൂ കളർ തീമിലാണ് ചെയ്തേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്കൂബ ഡൈവിങ്ങിനൊക്കെ ഈ കടലിലേക്ക് പോയ പോലത്തെ ഒരു ഫീലാണ്. ഫുൾ ചുറ്റും ബ്ലൂവാണ്. അതുകൊണ്ട് എനിക്ക് ഈ ലിഫ്റ്റിൽ കയറുമ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുക്കും. അല്ലെങ്കിൽ എടുക്കും. പക്ഷേ ഈ ലിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുറത്ത് പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വന്ന് കിടന്നു. കാരണം എന്താണെന്നറിയോ, നാളെ ഒരു ലോങ് ഡേ ആണ്. കൂടെ വന്ന് എല്ലാവരും പോയി. ഇനിയുള്ള 2 ദിവസം ഡൽഹിയിലെ എൻ്റെ സോളോ ട്രാവലാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഞാൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ആദ്യം കണ്ടത് ബാൽക്കണി വ്യൂ. പിന്നെ ഉടനെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കഴിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. കണ്ടു ആ ബ്ലൂ തീംഡ് എലിവേറ്റർ നേരത്തെ പറഞ്ഞത്? നല്ല രസമല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ? ഒരു പ്രത്യേക ഫീലാണ്. വേറെ ഏതോ ഒരു വേൾഡിൽ എത്തിയ പോലെ തോന്നി ഇതിൽ കയറുമ്പോൾ. അങ്ങനെ പാക് ഹോട്ടലിലെ 2ാം ദിവസത്തെ ലക്ഷറിയസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഞാൻ. ഇന്നത്തെ ദിവസത്തോടെ എൻ്റെ ഈ ലക്ഷറിയസ് ആയിട്ടുള്ള 5 സ്റ്റാർ ലെവൽ സ്റ്റേ ഫുഡ് എല്ലാം തീരുവാണ്. ഇനി അങ്ങോട്ട് എൻ്റെ സ്വന്തം ചിലവാണ്. ഈ 2 ദിവസം കമ്പനിയുടെ ചിലവായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് എൻ്റെ സ്വന്തം ചിലവായതുകൊണ്ട് വെരി ഡൗൺ ടു എർത്ത് ലെവലായിരിക്കും. അതായത് കഴിച്ചാൽ പറയാം കഴിച്ചെന്ന്. അങ്ങനെ റൂമിൽ ചെന്ന് ചെക്കൗട്ടിൻ്റെ ടൈം വരെ വെയിറ്റിംഗ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ആസ് യൂഷ്വൽ കുറേ സെൽഫീസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ പ്ലാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും അട്രാക്ഷൻസ് ഒക്കെ പോയി കാണണം. അപ്പോൾ അതിന് ഒരു ടാക്സി ഡ്രൈവറിനെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരനെ ആക്ച്വലി ഞങ്ങൾക്ക് പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിബിഷൻ്റെ സമയത്ത് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരുന്നത് ഈ പുള്ളിക്കാരൻ്റെ വണ്ടിയിലായിരുന്നു. പുള്ളിയുടെ പേര് സന്ദീപ് സിംഗ് എന്നാണ്. ആളെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ആൾ ചെക്കൗണ്ടിൻ്റെ ടൈം ആകുമ്പോൾ വരും. പിന്നെ പുള്ളിയുടെ ഒപ്പം നിയർ ബൈ അട്രാക്ഷൻ ഏതാണോ അവിടെ പോവും, അത് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ എൻ്റെ റൂമിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. പോകുന്നതിന് മുമ്പ് റൂമിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെ കുറേ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കബോർഡിനകത്തൊരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല, കാരണം എക്സ്ട്രാ ചാർജ് വരും. വെറുതെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത വയ്യാവേലി എടുക്കുന്നത്? കാര്യം 2 ദിവസം ഈ റൂമിൽ താമസിച്ചുള്ളൂവെങ്കിലും ഇറങ്ങാൻ പോയപ്പോൾ എന്തോ ഒരു വിഷമം. ഇങ്ങനത്തെ എസ്തറ്റിക് ആയിട്ടുള്ള റൂംസിലൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വരും. ഈ 2 ദിവസം കൊണ്ട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായ പോലെ. നേരത്തെ പറഞ്ഞ സന്ദീപ് സിംഗ് എന്ന് പേരുള്ള ടാക്സിക്കാരനുണ്ടല്ലോ, ആളെ താഴെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതാ താഴേക്ക് പോവാണ്. ഇവിടെ നിന്ന് നേരെ അടുത്തുള്ളത് ഇന്ത്യ ഗേറ്റ് ആണ്. ആദ്യം ഇന്ത്യ ഗേറ്റ് കാണാൻ പോവും. അത് കഴിഞ്ഞ് ആളെന്നെ ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്, മോസ്റ്റാഷ് ഹോസ്റ്റൽ, അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. പക്ഷേ ഇന്ത്യ ഗേറ്റിൽ എന്നെ കാത്തിരുന്ന മറ്റൊരു സർപ്രൈസ് ആയിരുന്നു ദാ ഈ കാണുന്ന ഫോട്ടോ. ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഇന്ത്യ ഗേറ്റിൻ്റെ ആ എൻട്രൻസിലേക്ക് കയറിയതും ഞാൻ പോലും അറിയാതെ ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത കാൻഡിഡ് ഫോട്ടോയാണിത്. ഞാൻ ആത്മാർത്ഥമായിട്ട് പോസ് ചെയ്താൽ പോലും ഇത്രയും വൃത്തിയുള്ളൊരു ഫോട്ടോ എൻ്റെ കിട്ടാറില്ല. അതുകൊണ്ട് അയാൾ ഈ ഫോട്ടോ കൊണ്ട് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഒറ്റ DS പറഞ്ഞു ഒരു ഫോട്ടോ സെഷനിലേക്ക്. അങ്ങനെ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്ന ഞാൻ ഒരു കംപ്ലീറ്റ് ഫോട്ടോ സെഷനിലേക്കാണ് ചെന്ന് കയറി കൊടുത്തത്. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, വി ഫീൽ ലൈക്ക് ഇറ്റ്സ് എ റെഡ് കാർപ്പറ്റ്. കാരണം അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ചുറ്റും ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യും. അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. പക്ഷേ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരല്ലേ വീണു പോകാതെ? ഞാനും വീണുപോയി. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസായി മാറി. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ചതി പിന്നെയാണ് മനസ്സിലാക്കിയത്. ഒടുക്കത്തെ റേറ്റാണ് മൂപ്പർ പറഞ്ഞത്. ഒരുവിധം ബാർഗെയിൻ ചെയ്താണ് അത് സെറ്റിൽ ചെയ്തത്. അങ്ങനെ ഞാനും കണ്ടു ഇന്ത്യ ഗേറ്റ്. ഈ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ മെമ്മോറിയലായിട്ട് പണിതതാണ് ഈ ഒരു മോണ്യുമെൻറ്റ്. ഇതിൻ്റെ നൈറ്റ് വിഷ്വൽസാണ് ഞാൻ ഏറ്റവും കൂടുതൽ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. മൊത്തം കളേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ഈവനിങ് സൺസെറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ടൈമിൽ വരാനായിട്ട് എൻ്റെ പ്ലാൻ അനുസരിച്ച് എത്തിയില്ലല്ലോ. എന്തായാലും എനിക്ക് ഈ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ചൂടായിരുന്നു. ഡൽഹിയിലെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. വെയിലത്ത് കത്തിപ്പോയില്ല എന്നുള്ളൂ. എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നു, ആകെ ഉണ്ടായിരുന്ന ആ ക്യാപ്പ് മാത്രം. എന്നിട്ടും ഞാൻ അവിടെ മൊത്തം കണ്ടിട്ടേ തിരിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. നല്ല നീറ്റായിരുന്നു ഇവിടെ. TV-യിലൊക്കെ റിപ്പബ്ലിക് ഡേയിൽ കണ്ടിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ കർത്തവ്യ പാത്തിൽ കൂടെ മാർച്ച് ചെയ്ത് ഇന്ത്യ ഗേറ്റിൽ വരുന്നതും സല്യൂട്ട് ചെയ്യുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അങ്ങനെ TV-യിൽ കണ്ടൊരു സ്ഥലമൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെ തോന്നും. അങ്ങനെ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ സോളോ ട്രിപ്പ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആകെയുള്ളൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും എടുക്കണമെങ്കിൽ നമുക്ക് ആരുടെയും ഹെൽപ്പ് വേണം. ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും മതിലൊക്കെ ഇതുപോലെ ചാരി വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്യും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പത്തിനടുത്ത് മാറ്റും കേട്ടോ. കാരണം ആരെങ്കിലും മൊബൈൽ എടുത്തുകൊണ്ട് അടിച്ചിട്ട് പോകുന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഈ ഏരിയ മൊത്തം അണ്ണാനാണ്. ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ അണ്ണാനിങ്ങനെ ക്രോസ് ചെയ്തൊക്കെ പോകും. അങ്ങനെ ഇന്ത്യ ഗേറ്റൊക്കെ കണ്ട് തിരിച്ച് ദാ കാണുന്ന രാഷ്ട്രപതി ഭവന. അങ്ങനെ തിരിച്ച് നമ്മളുടെ സന്ദീപ് സിംഗിൻ്റെ കാറിൽ തിരിച്ചു പോവുകയാണ്. ഇനി ഹോസ്റ്റലിലേക്കാണ് പോകേണ്ടത്. പക്ഷേ പോകുന്ന വഴിക്ക് പുള്ളിക്ക് അർജൻറ്റായിട്ട് വേറൊരു ഓട്ടോ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഓട്ടോ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നാളെ കാണാം എന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഓട്ടോയിൽ കയറിയിട്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഈ ഹോസ്റ്റലൊക്കെ എടുത്ത ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് റൂംസ് കിട്ടും എന്നുള്ളത്. ഞാൻ എടുത്തൊരു ഡോർമെട്രി ആയിരുന്നു, അത് മിക്സഡ് ഡോർമെട്രി. ഇതാണ് ഹോസ്റ്റലിൻ്റെ ഡോർമെട്രി. അപ്സ്റ്റേഴ്സിലായിരുന്നു ഞാൻ കിടക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന സ്ഥലം. എനിക്ക് കിട്ടിയത് ആ സ്പോട്ടാണ്. അവിടെ ചാർജിങ്ങും ഫാനും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്ത് ഫ്രഷ് ആയിക്കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് എൻ്റെ ഡെസ്റ്റിനേഷൻ ലോട്ടസ് ടെമ്പിളാണ് ഞാൻ ചൂസ് ചെയ്തത്. അതിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ഈ സൈക്കിൾ റിക്ഷക്കാരനെ കണ്ടു. പുള്ളീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കയറാൻ മടിയായിരുന്നു. നമ്മളൊരാൾ വലിച്ചുകൊണ്ട് പോവുക എന്നുള്ളതൊക്കെ ഒരു വിഷമമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാളും ഡബിൾ സൈസുള്ള 2 പേര് വലിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് വലിക്കുന്നു എന്നുള്ളൊരു മാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല രസമായി ഇതിലിങ്ങനെ പോകാൻ. അങ്ങനെ റിക്ഷാവാല എന്നെ മെട്രോ സ്റ്റേഷനിൽ, തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഇനി ഇവിടെ നിന്ന് ലോട്ടസ് ടെമ്പിളിന് നിയർ ബൈ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത്.
അങ്ങനെ ഇൻ്റർനെറ്റിന് അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കും, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യുമെന്ന്. അപ്പോൾ ഇനി പോകുന്നത് കൽക്കജി മന്ദിർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അതിന് തൊട്ടടുത്താണ്, വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ലോട്ടസ് ടെമ്പിൾ ഉള്ളത്. അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു അമ്പലത്തിലേക്ക് കയറി പോകുന്നത് ഞാനും കൂടെ കയറി ചെന്നു. ഞാൻ വിചാരിച്ചു ലോട്ടസ് ടെമ്പിൾ ആയിരിക്കും, ഇത്രയും തിക്കും തിരക്കും കണ്ടപ്പോൾ ലോട്ടസ് ടെമ്പിൾ ആയിരിക്കും എന്ന് കരുതിയാണ് കയറി ചെന്നത്. പക്ഷേ കയറി കൊടുത്തത് കൽക്കജി മന്ദിറിലേക്കായിരുന്നു. പിന്നെ വഴി തെറ്റിയതാണെങ്കിലും മെട്രോ സ്റ്റേഷൻ വരെ പേരുള്ളൊരു അമ്പലമാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് കാണാം എന്ന് കരുതി അകത്തേക്ക് കയറി ചെന്നപ്പോൾ നീണ്ട ക്യൂ. പക്ഷെ ആ ക്യൂവിൽ നിന്നതിനേക്കാളും എന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയത് അവിടെ ഞാൻ കണ്ട കാഴ്ചയായിരുന്നു. വളരെ ദയനീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ദയനീയം. അതായത് ക്യൂവിൻ്റെ അടുത്ത് ഒരു 2 വയസ്സ് കഷ്ടി പ്രായം തോന്നുന്നൊരു പെൺകുട്ടി, അതിന് ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അതിനെ വെറുതെ നിലത്ത് മൊത്തം അഴുക്കും പൊടിയും മണ്ണൊക്കെ പറ്റി നിലത്ത് കിടക്കുന്നു. അതിൻ്റെ ശരീരം മൊത്തം ഈച്ച പൊതിഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു സെക്കൻഡ് വിചാരിച്ചു, ദൈവമേ ഇതിന് ജീവനുണ്ടോ, ജീവനില്ലാത്ത കുട്ടിയാണോ എന്ന്. എനിക്ക് ആ കാഴ്ച കണ്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അകത്തിരിക്കുന്ന ദൈവത്തിനെ കാണണ്ട, പുറത്തിരിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങിയതും ഒരു പറ്റം പെൺകുട്ടികൾ എന്നെ വന്ന് കവർ ചെയ്തിട്ട് അവരെൻ്റെ നെറ്റിയിൽ ഈ ഒരു യു ഷേപ്പിലുള്ളൊരു കുറി തൊട്ട് നിന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവരെന്നെ ഒരു പെരിയ ഭക്തയാക്കി മാറ്റി. കാണുമ്പോൾ ഒരു കൗതുകം തോന്നിയുകൊണ്ട് ഞാൻ പിന്നെ മായ്ച്ചു കളയാനും നിന്നില്ല. പിന്നെ നേരെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തി. ഇതാണ് ലോട്ടസ് ടെമ്പിളിലേക്ക് കയറുന്ന എൻട്രി. അവിടെ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദൈവങ്ങളെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാം. ഒരു കോമൺ ഒരു സ്പിരിറ്റിനെ, ഒരു എനർജീനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്പേസ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണിത്. ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലോട്ടസ് ടെമ്പിൾ സെലക്ട് ചെയ്തത്. ഇത് ഫുൾ മാർബിളാണ്. അതായത് ആ കാണുന്ന എതള് പോലത്തത് ഒരു 27ഓളം മാർബിൾ എതളുകൾ ഉണ്ടാക്കിയിട്ട് അതൊരു ലോട്ടസിൻ്റെ ഷേപ്പിലാക്കി വെച്ചേക്കുന്നതാണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. എന്നാലും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്കായിരുന്നു അവിടെ. ലോകത്തുള്ള സകലമാന മനുഷ്യരും ലോട്ടസ് ടെമ്പിളിലേക്കാണോ വന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഒരുപാട് നേരം ക്യൂ നിന്ന് അവിടെ അടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളുടെ ചെരുപ്പ് എല്ലാ സംഭവങ്ങളും ഒരു കവറിലിടാൻ പറയും. ചെരുപ്പൊട്ടൊന്നിട്ട് കയറാൻ പറ്റില്ല. പിന്നെ മൊബൈലൊക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അകത്തേക്ക് കയറുമ്പോഴേക്കും ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവം തരും. അതിൽ അവരുടെ പ്രാർത്ഥനാ രീതികൾ അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അകത്ത് കയറി വീഡിയോസൊന്നും എടുത്തില്ല. എനിക്ക് ഉള്ളിൽ തോന്നിയതൊരു സെൻറ്റേർഡ് ടോംബ്. പക്ഷേ ബാക്കിയുള്ള പള്ളി പോലെ ഒന്നുമല്ല, ഒത്തിരി കളർഫുള്ളൊന്നുമല്ല, ജസ്റ്റ് പ്ലെയിൻ ആണ്. ആകെ ഒരു വ്യത്യാസം നേരെ ഫ്രണ്ടിൽ ഒരു ദൈവത്തിൻ്റെ രൂപം ഇല്ല എന്നതായിരുന്നു. ആ കൺസെപ്റ്റ് നല്ലതായിരുന്നു. ലോട്ടസ് ടെമ്പിളിന് ചുറ്റുമുള്ള ആ ഒരു ഗാർഡൻ ഏരിയ ഭയങ്കര രസമായിരുന്നു. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, ശരിക്കും ഈ പാലസിൻ്റെയൊക്കെ ചുറ്റുമുള്ള ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലോട്ടസ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് തൊട്ടടുത്ത് കണ്ട ഒരു കടയിലേക്കാണ് കരിക്ക് കഴിക്കാനായിട്ട്. ബിക്കോസ് ഈ നേരം വരെ ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല ആൻഡ് ദിസ് ഇസ് മൈ ലഞ്ച്. അങ്ങനെ ലോട്ടസ് ടെമ്പിളൊക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് മെട്രോയിൽ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ഓക്കെ, ബൈ.